മൂന്നാറിൽ വീണ്ടും കാറിൽ അഭ്യാസം. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലാണ് സഞ്ചാരികളുടെ അഭ്യാസം. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഇടുക്കി മൂന്നാറിൽ തുടർച്ചയായ നിയമലംഘനമാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു കാറിലും അതേപോലെ തന്നെ മറ്റൊരു വാഹനത്തിലുമായി ശരീരം ഭാഗികമായി പുറത്തിട്ട് യാത്ര ചെയ്യുന്ന ഒരു ദൃശ്യം നമ്മൾ കേരള വിഷൻ ന്യൂസിലൂടെ തന്നെ പുറത്തുവിട്ടിരുന്നു. നിരന്തരം ഇടുക്കി മൂന്നാർ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്? മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമ നടപടികൾ എന്തൊക്കെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? വൃന്ദ, ഇപ്പോൾ ഈ ദേവികുളം യാത്ര റോഡിൽ സ്ഥിരമായി തന്നെയാണ് ഇത്തരത്തിലൊരു സാന്നിധ്യം കൂടി വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ അഭ്യാസ പ്രകടനം നടത്തുന്നത്. ഇന്നലെ രാവിലെ തെലുങ്ക് സംസ്ഥാനത്ത് നിന്നെത്തിയ ഒരു വാഹനത്തിൽ അഭ്യാസ പ്രകടനം നടത്തി. തുടർന്ന് ഉടനെ തന്നെ ഈ അഭ്യാസ പ്രകടനം നടത്തി ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ വാഹനം ഈ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടുകയായിരുന്നു. പിന്നീട് ഇത് മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ വാഹനം ഹാജരാക്കുകയും ഉടമയോട്, ഡ്രൈവറോട് എൻഫോഴ്സ്മെന്റ് ആർടിയും തൊടുപുഴ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയായിരുന്നു. ഈ ഡ്രൈവർ ഹാജരാകാൻ തുടർന്ന് നടപടിയെടുത്തത് ഈ അദ്ദേഹത്തിന്റെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വാഹനം മൂന്നാർ പോലീസിൽ ഹാൻഡ് ഓവർ ചെയ്യുമായിരുന്നു. ഏതായാലും അതോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം സമാന രീതിയിൽ തന്നെ മറ്റൊരു വാഹനം, തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനം ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ബോഡിമെട്ട് റൂട്ടിലും തമിഴ്നാട് വാഹനത്തിന്റെ മുകളിലിരുന്ന കിടന്നും ഇരുന്നും സെൽഫി എടുത്തും വലിയ രീതിയിലുള്ള അഭ്യാസ പ്രകടനം നടത്തുന്നു. ഈ വാഹനത്തിനെല്ലാം തന്നെ ഒരു നടപടി ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു അഭ്യാസ പ്രകടനം വാഹനത്തിൽ നടത്തിയത്. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അന്യസംസ്ഥാനത്ത് നിന്ന് ആളുകൾക്ക് ഈ ബോധവൽക്കരണം, കൃത്യമായി ഈ നിയമ നടപടികളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ലഭിക്കാത്തത് മൂലമായിരിക്കാം ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം നേരി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ദേശീയപാത അധികൃതരോടും PWയോടും എല്ലാം തന്നെ ഈ ബോധവൽക്കരണമായുള്ള ഒരു ബോർഡ് തയ്യാറാക്കി ഈ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് RTO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇനിയും ഈ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഈ എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ തന്നെ സ്ക്വാഡുകൾ രൂപീകരിച്ച് പല സ്ഥലങ്ങളിൽ പരിശോധന ശക്തമാക്കുന്നുണ്ട്. ഏതായാലും നാളെയും പരിശോധന യാത്ര റോഡടക്കമുള്ള സ്ഥലങ്ങളിൽ തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വാഹനത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാറിൽ അഭ്യാസ പ്രകടനം. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലാണ് സഞ്ചാരികളുടെ അഭ്യാസ പ്രകടനം. കഴിഞ്ഞ തുടർച്ചയായുള്ള ദിവസങ്ങളിലടക്കം ഇടുക്കി മൂന്നാർ മേഖലകളിൽ ഇത്തരത്തിൽ വാഹനങ്ങളിൽ പോകുന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസ് അടക്കം പുറത്തുവിട്ടിരുന്നു.